ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസുട്ട് നമ്മൾ എവിടെ പോണേ? ഇന്ന് അവിടുത്തെ പോയിട്ട് കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാഴ്ചയിൽ കൊണ്ടുവരാം. ഓക്കെ, ബൈ. ചെങ്ങായിമാരും അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വിട്ടിട്ട് ഹോട്ടലിൽ അവിടുന്ന് 2-3 പൊറോട്ട വാങ്ങിയ ശിമ്മാനും കയറ്റി നേരെ വിട്ട് ദുബായി പോയപ്പോഴുള്ള കഥകൾ വേറെ ലെവല് സംഭവമാട്ടാ. ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കണ്ണിന് കുളിർമ കൊള്ളുന്ന സംഭവങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാ. ഓരോ ബിൽഡിങ്ങുകളെ മോഡലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് തള്ളി പോകും. അമ്മായിട്ട് സംഭവമാട്ടോ. ദുബായിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരട്ടം ദുബായിലൊക്കെ പോയി ഫുള്ള് കറങ്ങി കാണാൻ പറ്റിയ സംഭവങ്ങളാ. ഒരു ദിവസം കൊണ്ടൊന്നും ദുബായ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ആരും വരാൻ നിൽക്കേണ്ട അജാതി സംഭവങ്ങളായിട്ട് ഞങ്ങള് ആളിയനെ കാണാൻ പോയപ്പോൾ ആളിയും ഫ്രീ ആന്ന് പറഞ്ഞപ്പോൾ ആളിയനെ പിടിച്ചും കയറ്റിയിട്ട് അങ്ങനെ നേരെ വിട്ട് നമ്മൾ ദുബായ് മാളിന്റെ അടിയിൽ കണ്ട പോകണം. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകൾ നോക്കി ഓരോ ബിൽഡിങ്ങിനെ ഹൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ അധ്വാനം നേരം അതൊക്കെ. പക്ഷെ കാണുമ്പോൾ അടിപൊളിയാണെങ്കിൽ അതിന് ബാഗിൽ കുറെ കഥകളും കുറെ വിഷമങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളാണ്. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും ബുർജ് ഖലീഫ കാണുന്ന പറഞ്ഞ മാതിരി എവിടെ നിന്ന് നോക്കിയാലും ബുർജ് ഖലീഫ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇമ്മക്കാണെങ്കിൽ അവിടേക്ക് എത്തായിട്ടും അസൂട്ടിക്കാണെങ്കിൽ അതിന് കാട്ടി അപ്പുറം അവിടെ തന്നെ വേണമെന്ന് പറഞ്ഞു. അസുട്ടി അങ്ങനെ പറഞ്ഞിട്ട് ഒറ്റ ഓട്ടോ ദുബായ് മാളിനുള്ളിൽ അവിടെ കയറേണ്ട ശേഷം ഫസ്റ്റ് തന്നെ അവളെ പാർക്കിംഗ് ഫീസിന്റെ കണക്കുകൾ എഴുതിയിട്ടുണ്ട്. ചെങ്ങന്മാർ വെള്ളി ശനി നമുക്ക് 6 മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ആട്ടെ. അതേപോലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ 4 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഇടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ദുബായ് മാളിൽ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ. നേരെ കാണാൻ നമ്മളെ ചൈനീസിന്റെ സംഭവങ്ങളാണ്. വേറെ ലെവല് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് ഫോട്ടോഷൂട്ടുകളാട്ടോ. അതിഗംഭീരമായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ്. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ കുളിരുമ കൊള്ളുന്ന സംഭവങ്ങൾ നമ്മൾ വീണ്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യണം. അങ്ങനത്തെ ഐറ്റംസ് സംഭവങ്ങളാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനും ഫോട്ടോഷൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ദുബായ് മാളിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടുണ്ടെങ്കിൽ വേറെ ലെവല്. ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അസുട്ട് പായാലും പിന്നെ അസുട്ടിനെ കാണാൻ കിട്ടേണ്ടതെന്നാവും. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒരു ഈ ടൈമിൽ ദുബായ് മാളിലേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫിന്റെ താഴത്തുള്ള വെള്ളത്തിന്റെ പരിപാടികളൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. ഒക്കെ നിർത്തലാക്കിയിരിക്കണം. അവിടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചൂട് കാരണത്താലാണ് തോന്നുന്നു. അപ്പൊ അതിനിടയിൽ നമ്മൾ ദുബായ് മാളിൽ മാത്രം കറങ്ങാനുള്ള സ്ഥലങ്ങളുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ച് പോവാൻ ശ്രമിക്കട്ടെ ചെങ്ങന്മാരെ. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അസുട്ട് എന്തൊക്കെ പറയുന്നുണ്ട് നമ്മൾ മെയിൻ ചെയ്യാതാണ്ട് പോയിട്ടാ. നമ്മൾ വീഡിയോ എടുക്കുന്ന തിരക്കിലാണെന്നാ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡ് പോകുമ്പോഴും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഫോണിന്റെ ബാറ്ററിന്റെ ഹെൽത്ത് പോകണമെന്നും കാണാൻ നമുക്ക് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് പുറത്തിനുള്ളിക്കാം. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മീനിന്റെ കുറെ വലിപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ജാതി എത്തപ്പ കഥ കാട്ടിക്കുട്ടിക്കണേനുള്ളിൽ അമ്മാറ്റ വലിപ്പമുള്ള മീനുകളാണെന്നറിയോ. നമ്മൾ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് പോണ ടൈം പോകാൻ തന്നെ അറിയില്ല. അജാതി വലിപ്പമുള്ള മീനുകൾ നമ്മളെ കണ്ണിലെ